ഹലോ വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന കുറച്ച് പ്രോഡക്റ്റ്സ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ സ്കിൻ കെയറിന് എന്നൊക്കെ ഉദ്ദേശിച്ച് കൊണ്ടുവന്ന കുറച്ച് പ്രോഡക്റ്റ്സും അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നത് ഇവിടെ അപ്രസക്തമായ ചോദ്യമാണ്. ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചാൽ എൻ്റെ ആൻസർ നോ എന്നായിരിക്കും. പക്ഷെ ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കലുണ്ട്. എന്നാൽ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എനിക്ക് ഉപയോഗിക്കാനുള്ള ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ നിറയെ സമയം കിട്ടും, അപ്പോൾ നമുക്കിതൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ടൈം ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സോ ഇപ്പോഴാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നു. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. നടക്കുമെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യും. നടക്കില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിവേ, ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, പ്ലസ് ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ഞാൻ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് കെയർ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചത്. ഇവിടെ നിന്ന് സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. പ്ലസ് ഞാൻ 1-2 എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻസ് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ അവിടെയുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഈ ബാഗിലുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇത് മരുന്നുകളാണ്. ഇത് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഫുള്ളായിട്ടല്ലെങ്കിലും ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ടാവും. സോ ആ വീഡിയോ ചെക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് 1 by 1. പിന്നെ ഈ ബാഗിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല തോന്നുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബാഗ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 3 ബാഗാണ് വരുന്നത്. സോ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല തോന്നുന്നു. മീൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടില്ല തോന്നുന്നു. സോ അത് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ ചെക്ക് ചെയ്യാം. മൈക്ക് ഇതിലുണ്ട്. ഓക്കെ, ഇത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒന്നുമല്ല. ഇത് മോളുടെ ഒരു ആൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സംഭവമാണ്. അപ്പം ഞാനത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ പറ്റിയില്ല, അൺഫോർച്ചുനേറ്റ്ലി. അവൾക്ക് മുടിയില്ലാത്തത് കൊണ്ട്. ദെൻ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഉപ്താൻ പൗഡറാണ്. ഉപ്താൻ പൗഡർ കണ്ടെയ്ൻസ് ഏജ് ഡിഫൈങ് പ്രോപ്പർട്ടീസ്, ഹെൽപ്സ് പ്രിവെൻറ്റ് ആക്നെ ആൻഡ് ടൈറ്റ്നസ് പോസ് ഫോർ ഗ്ലോയിങ് യൂത്ത്ഫുൾ സ്കിൻ, ക്രിയേറ്റഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. അതാണ് നമ്മളുടെ പോയിന്റ്. എല്ലാ സ്കിൻ ടൈപ്സിനും ഉപയോഗിക്കാം. ഇത് ഞാൻ 1 or 2 times യൂസ് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു. നല്ല പ്രോഡക്റ്റാണ്. ഇത് ഈ പറയുന്ന പോലെ നമ്മൾക്ക് ഡെയിലി ബേസിസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീക്ക്ലി 2 അല്ലെങ്കിൽ വീക്ക്ലി 1 ഒക്കെ യൂസ് ചെയ്യാൻ തോന്നണം. സോ ഞാനിത് ഇൻഷാല്ലാ ഞാനത് ഉപയോഗിച്ച് തുടങ്ങണം. ഡേറ്റ് ഉണ്ട്, ഈ മാസം സെപ്റ്റംബർ വരെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ യൂസ് ചെയ്ത് തീർക്കാം. കാരണം ഇതൊക്കെ ഇനി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നത് പോസിബിളായ കാര്യമല്ല. അപ്പോൾ നോക്കാം, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കാം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി എടുത്ത് പുറത്ത് വെച്ചു, അതുകൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബഞ്ചാറാസിൻ്റെ മുൾട്ടാണി മിട്ടി അങ്ങനെയല്ലേ പറയും, അതാണ്. ഇത് ഞാൻ നാട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടേക്ക് വരുന്നു എന്നായപ്പോൾ ഞാൻ കരുതി എന്തിനപ്പം അത് നാട്ടിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നതാണ്. പക്ഷേ ഇതും ഈ പറയുന്ന പോലെ 4 പാക്കറ്റോ മറ്റോ ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റിൻ്റെ പകുതിയും കൂടെ ഉണ്ടാവണം അതിൽ. പിന്നെ ഒരു പാക്കറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട്. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും ഉപ്താൻ പൗഡറും, പ്ലസ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ റോസ് വാട്ടർ. ഇതൊക്കെ ഞാൻ ഒരുമിച്ച് വാങ്ങിയതാണ് തോന്നുന്നു. അപ്പോൾ അതാണ്. ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ റോസ് വാട്ടറാണ്. ഞാനിതിന് പ്രത്യേകിച്ച് പ്രൊമോ തരേണ്ട കാര്യമൊന്നുമില്ല. പ്രൊമോഷൻ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. സോ ഇത് റോസ് വാട്ടർ, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് വാട്ടർ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും നല്ല തന്നെ ആയിരിക്കും മിക്കവാറും. സോ ഇതിലുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ്, ഇതെൻ്റെ മൈക്കാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഓൾറെഡി എടുത്ത് യൂസ് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലോഡ് സാധനങ്ങൾ നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൽ ചിലത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ബാക്കി കുറേ മേക്കപ്പ് ആൻഡ് ഫേസ് കെയർ, സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പം ഞാനിതിൽ 1 by 1 ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ
മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ്. അതിന് മുമ്പ് ഞാൻ സ്കിൻ കെയർ കാണിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി സ്കിൻ കെയറിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന കോഫി ഫേസ് സ്ക്രബ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനിത് 2 or 3 ടൈംസ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഐറ്റമാണിത്. നല്ല ഫേസ് സ്ക്രബ് ഉപയോഗിക്കണം. കോഫി ഓക്കെ ആണ്, ടോളറൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഈ സാധനം ഉപയോഗിക്കാൻ. നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്റ്റാണ്. റിവീൽസ് നാച്ചുറൽ ഗ്ലോ, റിമൂവ് ടാൻസ്. നാച്ചുറൽ ഗ്ലോ റിവീൽ ചെയ്യുമോ എന്താ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ റിമൂവ് ടാൻ എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്. ടാൻ റിമൂവ് ചെയ്യാൻ ഈ ഒരു ബോംബെ ഷേവിങ് കമ്പനിയുടെ ഈ ഒരു കോഫി സ്ക്രബ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്. സോ പറ്റുന്നവരാണെങ്കിൽ ഇത് വാങ്ങുക. എനിക്കിതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന്. പിന്നെ ഇത് ഫേസ് വാഷാണ്, ഗ്ലോ പ്ലസ് സ്മൂത്തി ഫേസ് വാഷ്, പപ്പായ ആൻഡ് വൈറ്റമിൻ, അക്വാലോജിക്കയുടെ. ഇതിൻ്റെ ഒപ്പം ഞാൻ വാങ്ങിച്ചതാണ് ഇത് സൺസ്ക്രീൻ. ഇതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫേസ് വാഷ് നല്ലൊരു ഫേസ് വാഷ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വേറൊരു ഫേസ് വാഷിലേക്ക് എനിക്ക് കുറേ കാലമായി സ്വിച്ച് ചെയ്യണമെന്ന് ആഗ്രഹവും, ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ പ്രോഡക്റ്റ് അതിൻ്റെ ഒരു ഫുൾ പാക്കിൽ കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് സ്വിച്ച് ആയതുകൊണ്ടാണ് ഇതിൽ ബാക്കിയിരിക്കുന്നത്. സോ ആ ഫേസ് വാഷ് കഴിഞ്ഞ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഒരു ഐറ്റം. നല്ല ഫേസ് വാഷാണ്. ഇതും ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിലുള്ളവർക്ക് ഒരു വർത്ത് ബൈയിങ് ഐറ്റമാണ്. കാരണം ഞാൻ ഈ പറയുന്ന പ്രോഡക്റ്റ് ഒന്ന് വെളുത്തിട്ട് മാറാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കരുത്. പക്ഷെ നമ്മുടെ ഒരു നാച്ചുറൽ ഗ്ലോ അല്ലെങ്കിൽ എന്താ പറയുക, ടാൻ റിമൂവ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നതാണ്. ദെൻ അതിൻ്റെ തന്നെ സൺസ്ക്രീൻ വരുന്നത് സെയിം ആണ്, ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീന്, വൈറ്റമിൻ ആൻഡ് വൈറ്റമിൻ സി ആൻഡ് പപ്പായ, സെയിമിൻ്റെ വളരെ സെയിം സാധനമാണ്. ഇതും നല്ലൊരു സൺസ്ക്രീനാണ്. ഞാൻ എൻ്റെ യൂസിൽ വൈറ്റ് കാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സൺസ്ക്രീനാണ് ഈ അക്വാലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം. അപ്പോൾ ഇത് രണ്ടും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എനിക്ക് ചില ടൈമിൽ ഓയിലി സ്കിൻ പോലെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. ബിക്കോസ് എന്താ പറയുക, എനിക്ക് അങ്ങനെ കണ്ട പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫേസിൽ അങ്ങനെ കുരു നിറയുക അങ്ങനെയൊന്നുമല്ല, പക്ഷെ പെട്ടെന്നൊരു റിയാക്ഷൻ ഉണ്ടാകുന്ന ഒരു സ്കിന്നാണ്. സോ അതുകൊണ്ട് എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ സ്കിൻ ടൈപ്പിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്തില്ലെങ്കിലും ഈ സൺസ്ക്രീൻ അടിപൊളിയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഓവർ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഒരു പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അത്രയേ ഉള്ളൂ തോന്നുന്നു സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. തോന്നുന്നൊന്നല്ല, പിന്നെ ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട്. ഐ മീൻ ഒരിതും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രബ്ബർ കൂടി, ഹിമാലയയുടെയോ മറ്റോ. അത് ഞാൻ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരു വാൾനട്ട് വരുന്ന ഒരു സംഭവം, വാൾനട്ടിൻ്റെ വരുന്നൊരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് എവിടെയോ മിസ്സായിപ്പോയി. അപ്പോൾ എനിക്കത് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, യൂസ് ചെയ്ത് നോക്കണമെന്ന്. ഇതിലുണ്ടോ നോക്കട്ടെ. അപ്പോൾ അത് എന്തെങ്കിലും മിസ്സായിപ്പോയി, അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും സ്കിൻ കെയർ പ്രോഡക്റ്റ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ ആകെ ഈ ഫേസ് വാഷ് ഉപയോഗിക്കലില്ല, സൺസ്ക്രീൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇൻഷാല്ലാ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സൺസ്ക്രീൻ മാത്രമല്ല കേട്ടോ, അത് ഇതും ഞാൻ ഒക്കേഷണലി യൂസ് ചെയ്യലുണ്ട്. സോ അത്രയും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ പ്രോഡക്റ്റ്സ് വെച്ചിട്ട്, അതായത് ഉപ്താൻ പൗഡർ, ബഞ്ചാറസിൻ്റെ ഗെയിം, മുൾട്ടാനി മിട്ടി, പിന്നെ അതുപോലെ ഇതെന്താ സംഭവം, റോസ് വാട്ടറും കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്കിൻ കെയർ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ അപ്പോൾ നമ്മൾ സ്കിൻ കെയർ കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനിയും സ്കിൻ കെയർ വരുന്നുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അതിൽ ഫേസ് വാഷ് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അക്വാലോജിക്കയുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ സ്പിച്ച് ചെയ്ത് പെട്ടെന്നാണ്. സോ അത് സ്പിച്ച് ചെയ്തത് ഇതിലേക്കാണ്, ഒലയുടെ തന്നെ ഫേസ് വാഷ്, പിന്നെ അതുപോലെ മോയ്സ്ചറൈസർ,
നൈറ്റ് ക്രീമും ഡേ ക്രീമും അങ്ങനെ നമുക്കൊരു പാക്കായിട്ട് വാങ്ങാൻ കിട്ടും. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിയിട്ട് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഇത് യൂസ് ചെയ്തവർക്ക് അറിയാം ഇത് ഭയങ്കര നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാനിവിടെ വാങ്ങിയപ്പോഴാണ് ഞാൻ അക്വാലോജിക്കയുടെ ഫേസ് വാഷ് മാറ്റിയത്. അപ്പോൾ ഇതെൻ്റെ ഒരു സ്കിൻ കെയറിൽ പെടുത്താവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതും സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സ്കിൻ കെയറിൽ പെടുന്നതാണ്. അപ്പോൾ അത് ഒലയുടെ ക്ലെൻസിങ് ഫേസ് വാഷ്, നാച്ചുറൽ ഓറ പറയുന്ന ഈ ഒലയുടെ ഫേസ് വാഷാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഫേസ് വാഷായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഡേ ആൻഡ് നൈറ്റ് ക്രീം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആസ് യൂഷ്വൽ പറയുകയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, വെളുത്തിട്ട് പാറ് എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും സ്കിൻ കെയറും മേക്കപ്പ് കാര്യങ്ങളാണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും അത്രയും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ വരും. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്തിരിക്കണം. പിന്നെ നല്ല നല്ല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ നൈറ്റ് ക്രീം അധികം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്യണം വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഞാൻ ഒക്കേഷണലി ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഡേ ക്രീം ഞാൻ എപ്പോഴും അല്ല പുറത്ത് വന്ന സമയത്തൊക്കെ യൂസ് ചെയ്യലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അല്ലാതെ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഡേ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പുറത്ത് പോകുമ്പോൾ ബേസിക്കലി എൻ്റെ ഒരു മേക്കപ്പ് റൊട്ടീൻ എങ്ങനെയാണെന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ചെയ്യലില്ല. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ആ പ്രോഡക്റ്റ്സ്. ഇപ്പോൾ ഒലയുടെ ഫേസ് വാഷ് ആൻഡ് ക്രീംസ്, ഇത് ഡേ ക്രീം ആൻഡ് നൈറ്റ് ക്രീം. ഇത് സ്കിൻ കെയറിൽ നമുക്ക് ഉൾപ്പെടുത്താം, സെയിം ടൈം മേക്കപ്പിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമുക്ക് ഈ കപ്പിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ ഒന്ന് കാണിച്ചു തരാനുള്ളതാണ് ഈ ഒരു ഇത് ലിപ് ബാമുകൾ. ഇതാണ് ലേബലിലൂടെ ഈ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ്, നല്ല കളറൊക്കെ തരുന്നൊരു ടൈപ്പ് ലിപ് ബാമാണ്. സോ ഐ സ്വിച്ച് ടു അനദർ. സോ ഞാൻ ഈ പ്രോഡക്റ്റ് ആണെങ്കിലും പറയുന്ന പോലെ ടിൻറ്റഡ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ഒരു മോയ്സ്ചറൈസിങ് ആൻഡ് നറിഷിങ് ഡീപ്പ് കെയർ സീരീസ് ലിപ് ബാം എന്ന് പറഞ്ഞിട്ട് ഏതാ ബ്രാൻഡൊന്നും അറിയില്ല, എൻചാൻ കോസ്മെറ്റിക്. അപ്പോൾ ഈ ഒരു ഐറ്റം വാങ്ങിച്ചു. ഇത് ടിൻറ്റഡ് അല്ല, പക്ഷെ നമ്മുടെ ലിപ്പിനെ എന്താ പറയുക, ഈ പറയുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പ് എപ്പോഴും ഡ്രൈ അല്ലാതിരിക്കും. പക്ഷെ ഞാനങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. സോ ഇത് നല്ലൊരു സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഐറ്റമാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പായിരുന്നു, അപ്പോൾ അതിനൊക്കെ ഇതൊരു നല്ല ഐറ്റമായിരുന്നു. ദെൻ അടുത്തത് ഞാൻ റാൻഡമായിട്ട് കാണിച്ചിട്ട് പോവാം. ഇത് കൺസീൽ ആൻഡ് കോൺകർ ലിക്വിഡ് കൺസീലറാണ് എൻവൈബയുടെ. ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡാസ്ലറുടെ ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ ഇതും എൻവൈബയുടെ ഒരു സ്മഡ്ജ് പ്രൂഫ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ വരുന്നൊരു സംഭവം. ഇത് ഞാൻ സ്ട്രോബ് ക്രീം വാങ്ങാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ ഇത് ഫേസസ് കാനഡയുടെ മാഗ്നറ്റൈസ് ഐലൈനർ. ഇതിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്ലസ് നമ്മുടെ കൺമഷി കാജൽ വരുന്ന ഒരു ഐറ്റം. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് കിട്ടിയ സാധനം വാങ്ങാം. അടിപൊളി സാധനമാണ്. ഫേസസ് കാനഡയുടെ ഐലൈനർ പ്ലസ് കാജൽ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ. പിന്നെ ഇത് ഏതോ ഒരു ചാത്തൻ ബ്രാൻഡിൻ്റെ സൂപ്പർ മാറ്റ് എന്ന് പറയുന്ന ഒരു ലിപ്പ് ലൈനറാണ്. ഇത് ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പക്ഷേ നല്ല സാധനമായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ബ്രഷാണ്. ദെൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വാങ്ങിച്ച മറ്റൊരു ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് മാക്സ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്രീം പഫ് പ്രസ്ഡ് പൗഡറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നല്ല സംഭവമാട്ടോ. ഇതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇതിന് എനിക്ക് തന്നിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്രീം
സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഓയിലി ലുക്ക് അത് പോയി കിട്ടും. അതാണ് ഇതിൻ്റെ എൻ്റെ പേർപ്പസും എനിക്ക് കിട്ടുന്ന ഗുണവും. നല്ല സാധനമാണ്, വലിയ പ്രോഡക്റ്റൊന്നും അല്ല. പക്ഷെ അവർ പറയുന്നത് വലിയ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒക്കെ ആണെന്നാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് വാങ്ങാൻ പോയപ്പോഴാണ്. സോ അത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ്. ഇനി ഞാൻ എൻ്റെ റുട്ടീൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ ഉപയോഗിക്കലില്ല. അതുകൊണ്ടാണ് ഇതിവിടെ ഇരിക്കുന്നത്. പിന്നെ ഐലൈനർ ആൻഡ് കാജൽ ഇതൊന്നും ഇപ്പം ഞാൻ യൂസ് ചെയ്യലില്ല. എനിക്കതിനുള്ള ടൈം കിട്ടലില്ല. പുറത്ത് പോകുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാൻ. കൺസീലറൊക്കെ ഞാൻ വല്ല കല്യാണങ്ങൾക്ക് യൂസ് ചെയ്യലുള്ളൂ. പിന്നെ എനിക്ക് ഈ ലിപ്പ് ലൈനർ ഇഷ്ടമാണ്. ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഈ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതൊരു നല്ലൊരു സംഭവമാണ്. ഇതിപ്പോൾ ഷാർപ്പൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ല, ഞാൻ പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യണമെന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. മേക്കപ്പ് ചെയ്യുന്നതെന്ന് കേട്ടോ, സോറി. ആദ്യം തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യും. പിന്നെ റാൻഡമായിട്ട് അല്ല, കുറച്ച് ദിവസം നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്ക്രബ്ബർ യൂസ് ചെയ്യും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഫേസ് വാഷ് അല്ലെങ്കിൽ സ്ക്രബ്ബർ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഞാൻ ചെയ്യുന്നത്. അല്ല ഇപ്പം ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ പുറത്ത് പോകുന്ന നേരത്ത് ഫേസ് വാഷ് ചെയ്യും, അങ്ങനെ. അപ്പോൾ മെയിൻലി ഞാൻ പുറത്ത് പോകുമ്പോൾ ആദ്യം ഫേസ് വാഷ് ചെയ്യും. പോയിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്ന ഉടനെ നമ്മൾ ആദ്യം തേക്കുന്നത് മോയ്സ്ചറൈസറാണ്. കാരണം ഇത് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഈ മോയ്സ്ചറൈസറൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, യൂസ് ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ടാൻ റിമൂവലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മോയ്സ്ചർ ചെയ്ത് നിർത്തുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് തേച്ചിട്ട് സൺസ്ക്രീൻ തേക്കുക, അല്ലെങ്കിൽ സൺസ്ക്രീൻ തേച്ചിട്ട് ഇത് തേക്കുക എന്നുള്ളതാണ്. ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നതും ഫേസ് നല്ല ഡ്രൈ ആക്കിയിട്ട് ആദ്യം ഈ മോയ്സ്ചറൈസർ തേക്കും, ഈ ക്രീം തേക്കും. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ തേക്കും. 2 ഫിംഗർ റൂൾ എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയല്ല, മുഖം അത്യാവശ്യം കവർ ചെയ്യാൻ പാകത്തിന് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഒരുപാട് പിശുക്കി അങ്ങനെയല്ല, നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡാസ്ലറുടെ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ അത് പൊട്ടിപ്പോയി. അപ്പോൾ അത് പൊട്ടിപ്പോയി പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ പൊട്ടിപ്പോയി. പിന്നെ ഓൾമോസ്റ്റ് അത് കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി, അത് ഇല്ലാത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മാത്രം ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഫേസ് വാഷ് മീൻസ് സൺസ്ക്രീൻ ആൻഡ് ക്രീം തേച്ചിട്ട് മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മുഖം ഡെഫിനറ്റ്ലി ഈ ഒരു ക്രീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചർ ചെയ്യും, സെയിം ടൈം നമ്മുടെ മുഖം ഇങ്ങനെ കുറച്ച് ഓയിലി പോലെ കിടക്കും. അതാണ് ഈ ഒരു ക്രീമിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് പറയാം, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. സോ അത് ഫുള്ളി അബ്സോർബ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ഐറ്റം അല്ല. കുറച്ച് നേരം കഴിയും കൂടെ ചെയ്താൽ ഒന്നുകൂടെ നമ്മുടെ ആ ഒരു ഓയിലി സ്കിന്നായിട്ട് മാറും ഈ ഒരു ഇതിന്. അപ്പോൾ എനിക്ക് എപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അത് നാട്ടിൽ പോയിട്ട്, എനിക്ക് അധികം നാട്ടിലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാനാണ് ഇഷ്ടം, ഇവിടുത്തെ ഉപയോഗിച്ച് ശീലമായിട്ടില്ല. അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നി ഇല്ല, ഒന്ന് വാങ്ങിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചതാണ് ഈ ക്രീം പഫ് പ്രസ്ഡ് പൗഡർ, അതായത് കോമ്പാക്ട് പൗഡർ. ഈ ഒരു ഐറ്റം ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇത് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചാണ്, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഐറ്റം ഈ പറയുന്ന ഓയിലി ആ ഒരു ടെക്സ്ചർ മാറ്റിത്തരും. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചത്, എനിക്കറിയില്ല ഈ വീഡിയോയിൽ എത്രത്തോളം അത് വിസിബിൾ ആയിരിക്കുമെന്ന്. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ ക്രീം തേക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തേച്ചു. നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇത് ഫുള്ളായിട്ട് അബ്സോർബ് ആയിട്ടില്ല. ഇതൊരു എന്താ പറയുക, ഒരു ഓയിലി കണ്ടോ, ഒരു ഓയിലി ലുക്ക് ഇതിലുണ്ട്. അപ്പോൾ ഇതിലത്തെ ഈ പഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു പ്ലാസ്റ്റിക് പഫ് പോലത്തെ ഒരു സാധനം. അപ്പോൾ ഞാൻ ഈ പഫ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സോ ഇപ്പോൾ ആ ഒരു ഓയിലി ലുക്ക് പോയി, കണ്ടോ.
സോ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം വിസിബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഒന്നാമത് ഇവിടുത്തെ ലൈറ്റിൻ്റെ ഒരു ഇതിൽ ചിലപ്പോൾ ഒരേപോലെ കാണിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരു ഡള്ളായിട്ട് ഇത് തോന്നാം. പക്ഷെ അതങ്ങനെയല്ല, ഒരു യുണീക്കായിട്ടുള്ള ലുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ഈ ഭാഗത്തൊക്കെ ഒരു ബ്ലാക്കിഷ് കളർ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അതില്ല, ഒരു യുണീക്കായിട്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം അത് വിസിബിളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഇതൊരു നല്ല പ്രോഡക്റ്റാണ്. ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ, ഞാനിപ്പോൾ പറയുകയാണ്, നിങ്ങൾക്കിത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാക്സ് ഫാക്ടറിൻ്റെ ക്രീം പഫ് പ്രസ്ഡ് പൗഡർ നല്ലൊരു സാധനം വാങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ പറയുന്ന പോലെ അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു ഇത്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ലിപ് ബാം യൂസ് ചെയ്യും. കാരണം ലിപ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ലുക്ക് കംപ്ലീറ്റ് അല്ല. പിന്നെ ലിപ് ബാമിൻ്റെ കൂടെ എനിക്ക് ചിലപ്പോൾ ഒരു ടിൻറ്റഡ് വേണം തോന്നുകയാണെങ്കിൽ ഞാൻ ഈ സംഭവം ഉപയോഗിക്കും. ഇപ്പോൾ ലിപ്സ്റ്റിക്സ് ഞാൻ അധികം ഉപയോഗിക്കലില്ല, എനിക്കിഷ്ടമല്ല, എന്താണെന്നറിയില്ല. ചിലപ്പം പിന്നെ മാറുമായിരിക്കും. പിന്നെ കൺമഷി ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ ഐലൈനർ മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഈ പറയുന്ന പോലെ മിസ്സിങ് ആയിരുന്നു. ബാഗിൽ ഇത് എവിടെയോ ഉള്ളിൽ പെട്ടിട്ട് കിട്ടാണ്ട് ഞാൻ ഐലൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയപ്പോൾ ഞാൻ ഐലൈനർ ഉപയോഗിക്കുന്നില്ല, ഇതും ഉപയോഗിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മേക്കപ്പ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആൻഡ് അതിൻ്റെ ഒരു കിടപ്പ് വശം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ, എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി വീഡിയോ ആണെന്ന്, കണ്ട് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഓരോ പ്രോഡക്റ്റിൻ്റെയും റിവ്യൂസൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ ഞാൻ പറയാം. പ്ലസ് ഇത് ഉപയോഗിക്കേണ്ട രീതി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് ചെയ്ത് നോക്കാമല്ലോ. എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് റൂട്ടീൻ പറഞ്ഞു തന്നാൽ അത് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു തരുവാണെങ്കിൽ ഐ ക്യാൻ ട്രൈ ദാറ്റ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സംഭവം കേട്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. എനിക്കതൊരു കണ്ടൻറ്റുമായി പിന്നെ ഒരു ക്യൂട്ടായിട്ടില്ല, അപ്പോൾ ഞാനത് ഇടാം. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഒപ്പം പോസ്റ്റ് ചെയ്യും, നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്വൈസ് തരാനുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാ കമൻറ്റ്സും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഐ മീൻ എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. ഓരോന്നും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അറിവുകളായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഉറപ്പായിട്ടും സ്വീകരിക്കുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എനിക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 804 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആൻഡ് ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടണം. ഇവരെല്ലാവരും കാണുമെന്നൊന്നും എനിക്കറിയില്ല. കാണുന്നത് പോലെ ഇതിലും കൂടുതൽ ആളുകൾ കാണും എന്ന രീതിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രോ ഒക്കെ തരുന്നത്. പക്ഷേ ഐ ഹോപ്പ് നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് പുതിയ പുതിയ കണ്ടൻറ് ഐഡിയാസ് പറഞ്ഞു തരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.